ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് പറഞ്ഞു വിട്ടോ. നമ്മളുടെ ഈ പൊറോട്ടൻ്റെ കാര്യമൊക്കെ ആദ്യത്തെ ഉണ്ടാക്കൽ തന്നെ ഇതെല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് വരുന്നതെന്ന് ഞാൻ പറയണമെന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ വെള്ളമൊഴിച്ച് മാവ് കുഴക്കില്ല, അതിലും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഇത് കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ തൊട്ടി പിടിക്കണമെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടെ കുഴച്ചെടുത്താൽ മതിയെ. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി കുറഞ്ഞത് ഒരു 2.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ ബോൾസ് ഉണ്ടാക്കില്ല, എന്താപോലെ ബോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ മേലെ ഇതേപോലെ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റോളം പിന്നെ മാറ്റി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഓരോ ബോൾസും നന്നായിട്ട്, കാരണം കുറച്ചങ്ങോട്ട് പരത്തിയെടുക്കുക, അടിച്ചെടുക്കാൻ പറ്റുന്നവർ അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ എണ്ണയൊക്കെ തൂത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മാവാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിനെ അടിച്ചെടുക്കാനും പരത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ ഓർത്താട്ടെ ഇതേപോലെ കത്തിയോണ്ട് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ റോൾ ചെയ്യില്ലേ, അതേപോലെ റോൾ ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ടാ. ഇനി നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് ഇത് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കട്ടി കുറച്ച് നൈസായിട്ടൊന്നും പരത്തൊന്നും വേണ്ട, കുറച്ച് കട്ടി തന്നെ അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ എണ്ണയൊക്കെ തൂത്ത കാരണം പരത്താനൊക്കെ നല്ല എളുപ്പമായിരിക്കുന്നേ. ഇനി നമുക്കിത് കൈയോടുകൂടി അങ്ങോട്ട് ചുട്ടെടുക്കാം അല്ലേ. ചുടുന്ന സമയത്ത് ഞാൻ ഒരു സൈഡിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ചുട്ട് കഴിഞ്ഞാലേ കൈയോടുകൂടി തന്നെ അങ്ങോട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു ലെയേഴ്സൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പം എൻ്റെ പൊറോട്ടയുടെ അടി കണ്ടിട്ട് ലെയർ എവിടെയെന്നുള്ള ചോദ്യമൊക്കെ ഞാൻ നിരോധിച്ചിരിക്കണേ.